നിന്നെ ഇന്നലെ അമ്പോട്ടിന്റെ മോളമംഗലത്തിൽ കണ്ടിട്ടില്ല. എന്റെ പട്ടിയും എന്റെ മംഗലത്തിന് അതിന് ക്ഷണിച്ചില്ലെങ്കിലല്ലേ പോലെ. അയ്യ ക്ഷണിക്കാത്തോണ്ടല്ല, ഞാൻ പോവാനിട്ട്. നീ ആ മംഗലത്ത് എന്തോ പാറ വെച്ചിട്ട് പറഞ്ഞായി. ഉണ്ണി വേണ്ടാത്ത വർത്താനം പറയണ്ട കേട്ടോ. നമ്മളെ രാജു അല്ലേ വരുന്നേ? രാജു ചേട്ടാ ഉണ്ണി ഇരിക്കടാ വിജയേട്ടാ. എന്തായിടാ ഡേറ്റ് ഫിക്സ് ആക്കിയാ? ഡേറ്റ് 31 ആക്കാതിണ്ടാ, കത്തടിക്കാൻ കൊടുത്തിട്ടുണ്ട്. രാജു അന്നത്തെ സാധനം ഉണ്ടോ ബാക്കി വീട്ടില്? അത് തീർന്നു. 3 ഫുള്ള് നിങ്ങൾക്കല്ലേ തന്നിനെ, അത് അപ്പണ് തീർത്തിട്ടേ നിങ്ങോ? അതാ വാസും ജഗതിയും. എന്തിനാ നീ ആ ചേപ്പറല്ലേ വിളിച്ചിനെ? ആയിട്ടിങ്ങ വേറെ പീപ്പാ, നമ്മക്കൊന്നും കിട്ടിയില്ല. അപ്പൊ പണിയെല്ലാം കഴിഞ്ഞൂടാ? പണി സ്റ്റെയർകേസിന്റെ പണി നടന്നോണ്ടാ. അടുക്കളയുടെ പുറത്തേക്ക് ലിസ്റ്റ് കൂട്ടാനുണ്ട്. പിന്നെ മിറ്റത്തിന്റെ പണി ബാക്കിയുണ്ട്. 3 ദിവസത്തിൽ തീരുടാ. അപ്പൊ നിനക്ക് കൊറേ ലീവ് ഉണ്ടാ? ഇല്ലപ്പാ, ഞാൻ പറഞ്ഞിട്ടില്ലേ 10 ദിവസത്തെ ലീവേ ഇല്ലു. 1-ാം തീയതി മടങ്ങി പോണം. നീ ഡേറ്റ് എപ്പോ പറഞ്ഞേ? 31. അന്നലെ നെയ്യം നേരത്തെ റിജുവിന്റെ കുടിയാരി. അയ്യോ അതന്നോടാ? അയക്കുടിക്കാരായിട്ട് നിനക്ക് അറിഞ്ഞിട്ടേ? അയ്യോ അപ്പോഴോടാ. എന്തിനാ ഭക്ഷണമാക്കുന്നത്? ഭക്ഷണം നാടൻ സദ്യക്കാന്ന് പറഞ്ഞിടാ മാവൻ. നല്ലത് അല്ലേ? സദ്യ കുടികൂടെ ബിരിയാണി ആക്കണം, അതിനെ ഗുമ്മലു. സദ്യ മതി. ആർക്കിപ്പോ ബിരിയാണി വേണ്ടത്? ബിരിയാണി വേണം, അതിൽ കുറഞ്ഞിട്ട് കളിയില്ല. രാജു സദ്യ മതി, അതന്നെ നല്ലത്. ശശി നീ പത്ത് ചൊർക്ക് കല. സദ്യ മതി. നിനക്ക് എന്താ പ്രശ്നം? ബിരിയാണി കഴിക്കുന്ന പ്രശ്നമില്ല. വന്നിട്ട് നക്കിരി പോടാ. സദ്യ മതി. ഇന്ത്യയിലെ പ്രശ്നം അറിയില്ല. ഇപ്പൊ ഇതൊന്നും അല്ലല്ലോ നമ്മളെ പ്രശ്നം. നമുക്ക് ഡേറ്റ് തീരുമാനിക്കണ്ടേ? 30-നായാലോ? അയ്യോ 30 മുഹൂർത്തില്ലടാ. എന്ത് മുഹൂർത്തം? ആരൊക്കെ ഇതൊക്കെ നോക്കുന്നത്? അപ്പൊ നിന്റെ കുടിയാലിന് നീ നല്ല മുഹൂർത്തം നോക്കിനല്ലോ. അയ്യാ അത് ഇറക്കി വേണ്ടിട്ടല്ല, വീട്ടുകാർ പറഞ്ഞിട്ട്. അല്ല ഒരു മിനിറ്റ്, പറഞ്ഞ പോലെ 30-ന് എങ്ങനെ നടക്കില്ലേ? അന്നല്ലേ അവിടെ താഴെ തറവാട്ടില് കളിയാട്ടം, നാട്ടുകാരെല്ലാം അങ്ങോട്ട് പോകില്ലേ? പറഞ്ഞ പോലെ അത് ശരി തന്നെയല്ലോ. അന്ന് നടക്കില്ലടാ, 29-നാക്ക്. നീ പൊട്ടാ. 29-നാ? അന്നല്ലേ ക്ലബിന്റെ പരിപാടി. രാജു അന്ന് നടക്കില്ലടാ, അന്ന് ക്ലബിന്റെ വലിയ പരിപാടി. ഉച്ചക്ക് ഭക്ഷണമെല്ലാം ഉണ്ട്, നാട്ടുകാരെല്ലാം വരും. നീയല്ലേ അന്ന് 2000 സംഭാവന എന്ന്. അപ്പൊ എന്തിയാക്കളുടെ ഇനി? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, 28-നാക്കിയാലോ? അപ്പളക്ക് വീടിന്റെ പണി തീരില്ലടാ. അത് നമുക്ക് പറഞ്ഞു തീർപ്പിക്കാണ്. 28-നാ? അന്നല്ലേ എന്റെ ഇളമേരമോളം മംഗലം, അന്നേ ക്ഷണിച്ചതല്ലേ. ഇവിടെ ഉണ്ടത് ഒറ്റ ആൾക്കാരുണ്ടായില്ല. പിന്നെ എനിക്ക് നാട്ടുകാർ വേണ്ടെങ്കിൽ ഓക്കെ. അയ്യോ നിങ്ങളും വേണപ്പാ, നിങ്ങളൊന്നുമില്ല. നിങ്ങനെ പിന്നെ രാജു ഒന്നും നോക്കണ്ട, 27-ന് ഫിക്സ് ആക്കി. അന്ന് കയ്യടാ, അന്നച്ഛന്റെ ആണ്ട്. അപ്പോ 26-ഓ? 26 മറ്റൊന്നല്ലേടാ. രാജു ഒന്നും ആലോചിക്കണ്ട, 1-ാം തീയതി ആയിക്കോട്ടെ, ആർക്കൊരു അൻപില്ല. അന്ന് ഉച്ചക്കല്ലേ വിചേട്ടാ ഞാൻ പോകുന്നത്. അത് ഡേറ്റ് നീട്ടടാ നീ. അയ്യോ ഡേറ്റ് കിട്ടാൻ കഴിയില്ല, അന്ന് പോയില്ലെങ്കിൽ പണി പോവും. രാജു എന്താ ചേട്ടാ? ഒറ്റ വയ്യയിലും നീ ഇപ്പൊ മടങ്ങിപ്പോടും. അടുത്ത ബെത്തിന് നമുക്ക് ഗംഭീരായിട്ട് കുടിയാവാം. മടങ്ങിപ്പോവാനാ? കഴിഞ്ഞ 2 പ്രാവശ്യം വന്നിട്ടാകുമ്പോ കുടിയാവാതെ ഇങ്ങനെ മടങ്ങിപ്പോയത്. പിന്നെന്താക്കുന്ന ഡേറ്റ് ഇല്ലല്ലോ ഉണ്ണി. ഞാൻ പറഞ്ഞത് ഇപ്പൊ മടങ്ങി പോയിട്ട് അടുത്ത ബെത്തിൽ ഗംഭീരായിട്ട് കുടിയാലി നടത്താന്ന്. അത് ബെസ്റ്റ്. അങ്ങനെ ആക്കാം. ഇനിയിപ്പോ വീട്ടുകാരോട് വിളയമ്മയോടും അമ്മാവോടും എന്ത് പറയണ്ട? ഇപ്പൊ കത്തടിക്കാൻ കൊടുത്തിട്ടു ആയല്ലോ. അത് ക്യാൻസൽ ആക്കടാ, ഡേറ്റ് ഇല്ലല്ലോ. ഡേറ്റ് ഇല്ലല്ലോ. ഡേറ്റ് ഇല്ല അല്ലേ? ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ലേ? ഇപ്പൊ ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. രാജു ഈ വന്നിട്ട് ഇറങ്ങി, എന്തുണ്ടാ വിശേഷം? ഡേറ്റ് ഇല്ലടാ. ഡേറ്റ് എന്ത് ഡേറ്റ്? ഡേറ്റ് ഇല്ലാന്ന്. എന്ത് ഡേറ്റ്? ഡേറ്റ് ഇല്ല, ഞാൻ എന്താക്കണ്ടേ? ഡേറ്റ് ഇല്ല. ആ രാജു എന്ത് പ്രാന്ന് പറഞ്ഞോടോ ഡയലി കൂടി. ഡേറ്റ് ഇല്ലാന്ന് ഞങ്ങോണ്ടാക്കല്. ഡേറ്റാ? എന്ത് ഡേറ്റ്? വീണു ഒരു കുടിയാലിന് ഡേറ്റ് ഇല്ലാന്ന്. ഓന്റെ കുടിയാളല്ലേ? ഞങ്ങൾ കഴിഞ്ഞത്ര നോക്കി ഡേറ്റ് ഇല്ലാന്ന്. ഡേറ്റ് ഇല്ലാന്ന്. ഓ അത് ശരി. എന്നാ പാവ പൊട്ടൻ എന്തെല്ലോ ആക്കിട്ട് വിട്ടിട്ടല്ലേ ആ കട അങ്ങനെ ആക്കാൻ കേട്ടാ. എന്താക്കല്? ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല.